അടുക്കള പോയി വല്ല ജോലി വല്ലതും ചെയ്യുവാണ്. ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നു. ജോലി കഴിഞ്ഞ ഫ്രീ ആയിട്ട് ഇരിക്കണല്ലേ ഞങ്ങൾ മൊബൈൽ കളിച്ചോണ്ടിരിക്കണേ. മോളെ മോളെ ഓ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഓ എല്ലാം കഴിഞ്ഞല്ലേ? എന്തുവാ നീ അവിടെ എന്തിരി? ഞാൻ പണി എടുത്തോണ്ടിരിക്കായിരുന്നു. എന്തൊരു പണി? അടുക്കളയില് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അടുക്കള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവര് പറഞ്ഞു കേട്ടാ എല്ലാ പണിയും ചെയ്ത് തീർത്തുന്നു. പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞേ. പിന്നെ എങ്ങനെ പറഞ്ഞു? ഞങ്ങളുടെ പഠിത്തത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു എന്ന് പറയായിരുന്നു. അപ്പൊ അടുക്കള പണിക്ക് എന്തിരുന്നു പറയും? വീട്ടുജോലി. വീട്ടുജോലി അത് ചെയ്ത് കഴിഞ്ഞല്ലേ? പഠിപ്പിച്ച് വഷളായി കിടന്നു നീയൊക്കെ. ഈ വീട്ടുജോലി എന്ന് പറഞ്ഞ അമ്മയുടെ ജോലിയല്ലേ? അതെ അതെ. നിങ്ങൾക്ക് ആയാലും ഒരു ബാധകമല്ല. ഇങ്ങോട്ട് നോക്ക്. എന്റെ വീട്ടിൽ കയറി പോവാനുള്ള പെൺപിള്ളേരാണ്. മനസ്സിലായ? കെട്ടിച്ച് വിടുമ്പോ ഉണ്ടല്ലേ ബുൾസൈ ഓംലെറ്റ് മാത്രം ഉണ്ടാക്കിയാ പോരാ, അടുക്കള പണി മൊത്തം ചെയ്യണം. ഇല്ല മാമ, അവര് ഇടയ്ക്കൊക്കെ വന്ന് എന്നെ സഹായിക്കാറുണ്ട്. കുറച്ച് ജീവിക്കാനുള്ള പണിയൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്താ പോരാ, മൊത്തം പഠിപ്പിച്ചിറക്കണം അവിടെ. മാമ ഞാൻ അവിടെ ചായ എടുത്ത് വെച്ചേക്കണേ, മാമൻ എടുത്തോട്ട് വരട്ടാ? ഞാൻ പോയി കുടിച്ചോളാം. എന്റെ അമ്മ നേരത്തെ വന്നപ്പോഴേക്കും അച്ഛന് സമാധാനം കൊടുത്തില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പോവാണെങ്കിൽ പിന്നെ ഞാൻ വല്ല ചായര ബിംബ അല്ലെങ്കിൽ കേക്ക് മിണ്ടല്ലേ സമാധാനം. ഈ അടുക്കള മൊത്തം ചവറ് ഇവിടെ തൂക്കാനും ഇല്ലേ? അയ്യോ മാമ ഇപ്പൊ പണിയെടുത്തപ്പോഴത്തേക്കും ചവറായതാണ്. ഇങ്ങോട്ട് വന്ന പിള്ളേരെ എടുത്തു ഇങ്ങോട്ട് തൂരി ഇങ്ങോട്ട്. ഓ തൂക്കാം. ഓ ഈ കളവനെ ഞാൻ കൊല്ലും. ഒരു സമയത്ത് ഇരിക്കാനും സമ്മതിക്കൂല. കേക്ക് മിണ്ടാതിരി, അതൊന്നും പറയല്ലേ. അവിടെ എന്തേലും പറയണേ? അത് പറയാ. ഇങ്ങോട്ട് വാ. അതും പോയാ. മക്കളെ രാത്രി കടിച്ചു വാങ്ങിക്കണേ. മാമ എന്തായാലും 2 ദിവസം കാണുമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞായറാഴ്ച കാര്യമായിട്ട് ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. എന്റെ മാപ്പിളയല്ലേ സാധനം. മുട്ടുസൂചി തറ വീഴുന്നാ മതി, നക്കിയെടുക്കണ മോനാണ് ഇവൻ. അപ്പൊ ഞായറാഴ്ച പോവല്ലോ അല്ലേ? പോണില്ല. എന്താ ഞാൻ പോണില്ലെന്ന് പറഞ്ഞു ഇവന്റെ തൊണ്ട തോന്നി. ശരി വീട്ട് അങ്ങനെയൊന്നും വിചാരിക്കില്ല മാമ. മാമൻ തെറ്റിദ്ധരിച്ചതാണ്. തന്നെ നീ കാണുന്നതിന് മുമ്പ് ഇവനെ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ഇവന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് നടക്കൂല. നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മനസ്സ് കാണും കേട്ടാ. നിന്റെ വേല കൈ വെച്ചത് എന്റെ അടുത്ത് വേണം. എന്റെ അടുത്താ. ഈ മനുഷ്യ ഒരിക്കലും നന്നാവൂല. കുത്തുവാക്ക് അങ്ങനെ കൂടപ്പിറപ്പാണ്. പിന്നെ ഞാൻ അന്നത്തെ പോലെ തർക്കവും വഴക്കും വേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഉണ്ടായിരുന്നത്. അതെന്തായാലും നന്നായി അച്ഛാ. ഉണ്ണിയപ്പോ പറഞ്ഞു കേട്ടില്ല, കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവൂന്ന്. മണി നിന്റെ അടുത്ത് അങ്ങനെ വല്ലതും പറഞ്ഞാ? ഇല്ല, എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞൊന്നുമില്ല. പക്ഷെ സാധാരണ അങ്ങനെയാണല്ലോ, അത് ഞാൻ ഊഹിച്ച് പറഞ്ഞതാ. നിക്കിനോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എല്ലാത്തിലും കയറി ഇടപെടും, ചുമ്മാ വഴക്കും പറഞ്ഞോണ്ടിരിക്കും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, മാമൻ പോണ വരെ വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ എന്റെ അടപ്പിളവി 2-3 ദിവസം സഹിക്കാനുള്ള ത്രാണി എനിക്കില്ല. പ്ലീസ് മക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. മാമ എന്തെങ്കിലും പറഞ്ഞാലും കേട്ടില്ല എന്ന് പറഞ്ഞാൽ പോണേ. അങ്ങനെ തന്നെ ഇപ്പൊ പോണത്. പിള്ളേരെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ വല്ല തർക്കുത്തരം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല അതിന്റെ കുറ്റം കൂടി അച്ഛന്റെ തലയിരിക്കുവേ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.